അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 6, 45 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ മറുകരയുള്ള ബെത്സൈദായിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു. അവൻ തനിച്ച് കരയിലും. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്നവൻ മനസ്സിലാക്കി. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്നു അവരുടെ അടുത്ത് അവരെ കടന്നു പോകാൻ ഭാവിച്ചു. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് അത് ഒരു ഭൂതമായിരിക്കുമെന്ന് കരുതി അവർ നിലവിളിച്ചു. അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചു പോയി. ഉടനെ അവൻ അവരോട് സംസാരിച്ചു. ധൈര്യമായിരിക്കുമേ, ഞാനാണ്, ഭയപ്പെടേണ്ട. അവൻ വഞ്ചിയിൽ കയറി. അപ്പോൾ കാറ്റ് ശമിച്ചു. അവർ ആശ്ചര്യഭരിതരായി. കാരണം അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു. സുവിശേഷ വിചിന്തനം. ഭയവും ധൈര്യവും ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. ധൈര്യശാലികളാകാനാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒട്ടുമിക്ക മനുഷ്യരും പല സാഹചര്യങ്ങളിലും ഭയാലുക്കളാണ്. കയ്യൂക്കുള്ളവർ ധൈര്യശാലികളാണെന്ന തെറ്റായ ധാരണ മനുഷ്യരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യൂക്കിലൂടെ ധൈര്യം കൈവരിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അപരനെ ഭയപ്പെടുന്നവനാണ് കയ്യൂക്ക് കാട്ടാൻ ശ്രമിക്കുന്നത്. അനിയന്ത്രിതമായ പ്രകൃതി ശക്തികളുടെ മുമ്പിലും ഭയപ്പെടുന്നവരാണ് മനുഷ്യർ. അപ്രകാരം ഭയപ്പെടുന്ന ശിഷ്യരുടെ വഞ്ചിയിൽ കയറിക്കൊണ്ട് അവരെ ധൈര്യപ്പെടുത്തുന്ന യേശുവിനെ മർക്കോസിന്റെ സുവിശേഷം അവതരിപ്പിക്കുന്നു. യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ അവിടുത്തെ സ്നേഹവും വാത്സല്യവും അനുഭവിക്കുന്നവരാണ്. ഇന്ന് നമുക്ക് യേശുവിനെയും ദൈവത്തെയും കാണാനാകില്ല, എന്നാൽ അനുഭവിക്കാനാകും. അത് സാധ്യമാകുന്നത് നമ്മിൽ സ്നേഹമുള്ളപ്പോഴാണ്. അതുകൊണ്ട് യോഹന്നാന്റെ 1-ാം ലേഖനം ഓർമ്മിപ്പിക്കുന്നത് സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുകയും ദൈവം അവനിൽ വസിക്കുകയും ചെയ്യുന്നു എന്നാണ്. കൂടാതെ സ്നേഹത്തിൽ അഥവാ ദൈവത്തിൽ വസിക്കുന്നവനിൽ ഭയമില്ല.